ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് ഒരു എളുപ്പ വഴി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആൻസർ പേപ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിയ. മൾട്ടിപ്ലിക്കേഷൻ ബേസിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. തീർച്ചയായിട്ടും അഡീഷൻ, സബ്ട്രാക്ഷൻ ക്ലാസ്സുകളുടെ ബേസ് ക്ലാസ്സുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞതാണ്. കാണാത്തവർ പോയി കാണുക. ഈ വീഡിയോയിലുള്ള AP എന്നുള്ള ബട്ടൺ അല്ലാതെ താഴെ AP എന്നുള്ള ഒരു റൗണ്ട് കാണാം. ആ റൗണ്ടിൽ പോയി ക്ലിക്ക് ചെയ്താൽ പ്ലേലിസ്റ്റ് എന്നുള്ള ഫോർമാറ്റിലേക്ക് നിങ്ങൾ പോവും. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അഡീഷനും സബ്ട്രാക്ഷനും കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ പോയി കണ്ടതിന് ശേഷം മൾട്ടിപ്ലിക്കേഷന്റെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 23 × 32. Second one, 148 × 96. Third one, 800 × 50. Fourth one, 180 × 42. Next, 730 × 120. Then 410 × 92. അപ്പോൾ നമുക്കിതില് പതിവ് പോലെ തന്നെ ഒരു 4 എണ്ണം ഞാൻ ചെയ്തു തരാം. 2 എണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, ബേസ് ആണ്. അറിയാത്തവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് അറിയേണ്ടത്, എങ്ങനെയാണ് എടുത്ത് എഴുതേണ്ടത്. 23 × 32. അതായത് 1ന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ഒക്കെ 1ന്റെ പ്ലേസിലും 10ന്റെ പ്ലേസിലും, ഇനി 100ന്റെ പ്ലേസിലുണ്ടെങ്കിൽ 100 പ്ലേസിലായിട്ട്, അല്ലെ എത്ര ഡിജിറ്റ് ആണോ കൊടുക്കുന്നത് അത് അതിന്റെ തന്നെ പൊസിഷനിൽ എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 1ന്റെ പ്ലേസിൽ, രണ്ടാമത് കിടക്കുന്ന ഈ 1ന്റെ പ്ലേസിലുള്ള നമ്പറിനെ ഈ നമ്പറുകൾ കൊണ്ട്, എല്ലാ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര വരും? 2 എന്നുള്ള നമ്പറിനെ ആദ്യം ഫസ്റ്റ് വൺ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3 6. അത് ഇവിടെ എഴുതാം. ഓക്കെ, അതില് റിമൈൻഡർ ഉണ്ടെങ്കിൽ നമ്മൾ റിമൈൻഡർ മാറ്റി നിർത്തണം. ഇതിപ്പോ റിമൈൻഡർ വരുന്നില്ല. 2 × 3 എന്നുള്ളത് 6 ആണ്, ഡയറക്റ്റ് ആയിട്ട് എഴുതി. ഇനി 2 × 2. ഓക്കെ, ഈ 2വിനെ 10ന്റെ പൊസിഷനിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 4. അത് ഇവിടെ എഴുതി. ഓക്കെ, ഇവിടെയും റിമൈൻഡർ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തണം. ഇവിടെ റിമൈൻഡർ വരുന്നില്ല. ഓക്കെ, ദെൻ ഇനി നമ്മളിപ്പോൾ 1ന്റെ പ്ലേസിൽ ഈ നമ്പർ കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 പ്ലേസ് കഴിഞ്ഞു, 10 പ്ലേസിലെ നമ്പർ എടുത്തു. 3 ആണല്ലേ. അപ്പൊ 3നെ ഫസ്റ്റ് തന്നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഇവിടെയുള്ള 1ന്റെ പ്ലേസിലെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ ഇത് പൊസിഷനിലുള്ള നമ്പറാണ് കിടക്കുന്നത്. 10ന്റെ പൊസിഷനിലാണ് 3 കിടക്കുന്നത് അല്ലെ. അപ്പൊ 3 × 3 9. ഇത് എവിടെ എഴുതണ്ടേന്ന് അറിയോ? ഈ 3 × 3 എന്നുള്ള 9. ആൻസർ 9. ഇത് 10ന്റെ പൊസിഷനിലേക്കല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടെ 10ന്റെ പൊസിഷനില് സെക്കൻഡ് ലൈനിലാണ് എഴുതേണ്ടത്. ഓക്കെ, 3 × 3 9. ഇവിടെ റിമൈൻഡർ വരുന്നില്ല. ഉണ്ടെങ്കിൽ നമ്മളത് റിമൈൻഡറിനെ മാറ്റി നിർത്തണം. നെക്സ്റ്റ് 3 × 2 6 ആണ്. ആ 6 എവിടെ എഴുതേണ്ടത്? ഇതിന്റെ തൊട്ടിപ്പുറത്ത് 6. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വന്നു? ഇവിടെ ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് ഇത് തമ്മിൽ ആഡ് ചെയ്യലാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ ഇവ തമ്മിലുള്ള അഡീഷൻ ആണ് വരുന്നത്. അഡീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പൊ 6 എന്ത് ചെയ്യുക? 6 ഇവിടെ ഒരു നമ്പർ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? 0 ആണ് അല്ലേ. അപ്പൊ 6 + 0 6. 9 + 4. 9 + 4 എത്രയാ? 13. 13ല് 3 റിമൈൻഡർ 1. അതെവിടെ എഴുതണോ? വേണ്ട, എഴുതാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ച് വെക്കുക 1 ആണ്. ഇനി 6 ഇവിടെ മുകളിലെ നമ്പർ ഇല്ല, ദാറ്റ് മീൻസ് 0 ആണ് അല്ലെ. അപ്പൊ 6 + 0 6 തന്നെ. 1 റിമൈൻഡർ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായി മാറി? 7. Then answer is 736. ഓക്കെ, 736. ഇവിടെ ഞാൻ ഈ 23 × 32 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് ഒരു എളുപ്പ വഴി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് അതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ എന്നിരുന്നാലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇത്രയും സ്റ്റെപ്പ് ഇല്ലാതെ 2 സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇത് ക്യാച്ച് ചെയ്യുന്നവര് പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ കഴിയും. 2 ഡിജിറ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ഫസ്റ്റ് സ്റ്റെപ്പില് ഈ 2 നമ്പേഴ്സ് 1ന്റെ പ്ലേസിലുള്ള 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്
10ന്റെ പൊസിഷനിലുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കാം എന്താ ചെയ്യേണ്ടത്. ഫസ്റ്റ് പറഞ്ഞ എന്താണ്, 1ന്റെ പ്ലേസിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 2 into 3 6 എഴുതി. ഓക്കെ, ദെൻ ഇനി ഇവ തമ്മിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4, 3 into 3 9. അപ്പൊ 9 plus 4 എന്നിട്ട് അത് തമ്മിൽ അഡീഷൻ. അപ്പൊ 9 plus 4 എത്രയാ? 13. 13ല് 3 എന്നുള്ള നമ്പർ എഴുതുക, 1 റിമൈൻഡർ നിർത്തുക. ഇനി തേർഡ് സ്റ്റെപ്പ് ആണ് വരുന്നത്. തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണ്, 10ന്റെ പ്ലേസിൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 റിമൈൻഡർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്തു, 2 into 3 ആണ് 6. 6ഉം 1 എന്തുണ്ടായിരുന്നു, നമ്മുടെ റിമൈൻഡർ ഉണ്ടായിരുന്നില്ലേ, റിമൈൻഡറും കൂടി ആഡ് ചെയ്തപ്പോ എത്ര വന്നു? 736 ഉണ്ടോ. 736 രണ്ടിലും ആൻസർ സെയിം ആയി. ഇത്രയും സ്റ്റെപ്സ് ഇല്ലാതെ തന്നെ ഒറ്റ സ്റ്റെപ്പില് കാര്യം കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ ഇവിടെ പറഞ്ഞത്? ഓക്കെ, എന്താ ചെയ്തത്, 1ന്റെ പ്ലേസിലുള്ള 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 10 ഇത് ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10ന്റെ പ്ലേസിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കുക, മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ തന്നെ ചില കുട്ടികളുടെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അത് അതിലും ഉപരിയായിട്ട് ടൈം ഒരുപാട് കൺസ്യൂം ചെയ്തിട്ടാണ് കുട്ടികൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുക. അപ്പൊ ഇത്തരം നമ്മൾ പറഞ്ഞ ഇപ്പൊ രണ്ടാമത്തെ മെത്തേഡൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എളുപ്പം, പെട്ടെന്ന് സമയം ലാഭിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ PSC പഠിക്കുന്ന ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സുകൾ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കൂടി കാണാനായിട്ട് ആവശ്യപ്പെടുക. സാധാരണ മെത്തേഡ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞത് നമ്മളൊരു കുറച്ച് തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു മെത്തേഡിലൂടെ ചെയ്ത് കയറാനായിട്ട് സാധിക്കും. അപ്പൊ സമയവും ലാഭിക്കാം, മാർക്കും നേടാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് 48 into 96 എന്നാണ്. അപ്പൊ ആദ്യമേ തന്നെ പറയട്ടെ ഒരു കാര്യം, മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പഠിക്കാതെ ഒരു രക്ഷയും ഈ കാര്യത്തിലില്ല. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് ഒരു കാലികേറാ മലയാണ് അല്ലേ. അപ്പൊ ടേബിള് പഠിക്കാതെ ഒരു കാരണവശാലും ഇവിടേക്ക് വന്നിട്ട് കാര്യമില്ല. ടേബിള് പഠിക്കാനുള്ള ചില ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നോക്കുവോ എന്താണ് വരുന്നത്, 8 into 6 നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് മെത്തേഡ് അനുസരിച്ച്, സാധാരണ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ആദ്യം ഗുണിച്ചു നോക്കാം. 8 into 6 എത്രയാണ്? 48 അല്ലേ. 48. 48ല് 8 റിമൈൻഡർ 4 ഞാൻ ദാ കയ്യിൽ പിടിച്ചു, 4 റിമൈൻഡർ കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഈ 6നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 6നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാണ്? 4 into 6 24. 24ഉം 4ഉം 28. ഇനി ഇവിടെ നമ്പർ ഗുണിക്കാനില്ലല്ലോ. അപ്പൊ 28 മുഴുവനായും എവിടെ എഴുതാ? ലെഫ്റ്റിലായിട്ട് എഴുതി, 8ന്റെ ഇങ്ങനെ സൈഡിലായിട്ട് എഴുതി. അപ്പൊ നമ്മുടെ റിമൈൻഡർ കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, 6 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 9 എന്നുള്ള നമ്പർ എടുത്തു. ഇനി 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9 into 8 വേണം അല്ലേ. എത്രയാണ്? 72. 72ല് നമ്മൾ എന്ത് ചെയ്യണം? 72ല് 2 ആണ്. 2 എന്നുള്ള നമ്പർ ഇവിടെ എഴുതി. ബാക്കി 7 എന്നുള്ള നമ്പർ എന്ത് ചെയ്യണം? നമ്മള് മനസ്സിൽ വിചാരിക്കണം അല്ലെ. അപ്പൊ 7 എന്നുള്ള നമ്പർ ഞാൻ റിമൈൻഡർ വിചാരിച്ചു. ഓക്കെ, 7 റിമൈൻഡർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാ? 9 into 8 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 9 into 4 ആണ് അല്ലെ. 9 into 4 എത്രയാ? 9 into 4 എന്ന് പറയുമ്പോ 36. 36 ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. 7 നമ്മുടെ കയ്യില് റിമൈൻഡർ ആയിട്ടുണ്ട്. 36ഉം 7ഉം എത്ര വരും? 36ഉം 4ഉം കൂടി കൂട്ടുമ്പോ 40 ആയി. 4 plus 3 കൂടി ആകുമ്പോഴാണ് 7ലേക്ക് എത്തുക. അപ്പൊ എത്രയാണ്? 43 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര വന്നു? 43. ഓരോ ഡിജിറ്റിന്റെ താഴേക്ക് ഓരോ ഡിജിറ്റ് വരാവുന്ന വിധത്തിലാണ് നമ്മൾ എഴുതണത്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് 43 വന്നതെന്ന് മനസ്സിലായോ? എന്താ നമ്മൾ പറഞ്ഞത്? 4 into 9 36. അതിനോടൊപ്പം 7 എന്നുള്ള റിമൈൻഡർ കൂടി ആഡ് ചെയ്യണം.
അപ്പൊ ഞാനിവിടെ ചെയ്തത് 7നെ 4+3 എന്ന് പറയാലോ നമുക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ ഒരു മെത്തേഡാണ്, നമ്മൾ മനസ്സിൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. വലിയ നമ്പേഴ്സ് വരുമ്പോൾ പോലും നമുക്ക് ഈ ടിപ്പ് യൂസ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? 36+7 ഞാൻ 4+3 എന്നാക്കി. അത് എന്തിനു വേണ്ടിയില്ല? 36+4 എന്നുള്ളത് 40 ആണ്. പെട്ടെന്ന് 4 കൂടി ആഡ് ചെയ്ത് 40ലേക്ക് നമുക്ക് പെട്ടെന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 4+3 എന്ന് എഴുതിയത് കേട്ടോ. അപ്പൊ എന്ത് കിട്ടി? 36+4 40+3 43. അതും അല്ലെങ്കിൽ പറയാം 36+7 എന്നുള്ളതിനെ 10-3 എന്ന് വിചാരിക്കാം. 7 എന്നുള്ളതിന് എത്ര? 10-3 എന്ന് വിചാരിക്കാം. അപ്പൊ 36+10 എത്രയാ? 46. 46ൽ നിന്നും 3 കുറച്ചാല് 43. അപ്പൊ ഇതിൽ ഏത് രീതിയാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അഡീഷൻ ആണ് അല്ലെ. അഡീഷൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? 8 ഇവിടെ നമ്പർ ഇല്ല, ദാറ്റ് മീൻസ് ഇവിടെ 0 ആണ്. അപ്പൊ 8+0 8. Then 8+2 എത്രയാണ്? 10. 10ല് 0. റിമൈൻഡർ 1 എവിടെ എഴുതി? നമ്മൾ മനസ്സിൽ വിചാരിച്ചു. അതായത് 10 എന്ന് എഴുതുമ്പോ ഈ 0, അതായത് ഈ 1ന്റെ പ്ലേസിലുള്ള നമ്പർ എവിടേക്ക് വരും? നമ്മളിവിടെ എഴുതും. ഇവിടെ 10ന്റെ പ്ലേസിൽ ഈ എഴുതുന്നത് എന്തായി മാറും? റിമൈൻഡർ ആയിട്ട് മാറും. അറിയാലോ? ഓക്കെ, അപ്പോൾ ഏത് നമ്പർ ആയിക്കോട്ടെ 2 ഡിജിറ്റ് നമ്പർ വരുമ്പോൾ 1ന്റെ പ്ലേസിലുള്ള നമ്പർ ആൻസറിൽ എഴുതും. 10ന്റെ പ്ലേസിലുള്ള നമ്പർ ഇവിടെ നമ്മുടെ റിമൈൻഡർ ആയിട്ട് നമ്മൾ കരുതി വയ്ക്കും. അപ്പൊ എന്താണ് ഈ വരുന്നത്? 0. അതിൽ 1 റിമൈൻഡർ ഉണ്ടായിരുന്നു. ആ റിമൈൻഡർ നമ്മളിവിടെ നിർത്തി. 2+3 എത്രയാണ്? 5. 5+1 6. അതെവിടുന്നാ 1 വന്നേ? നമ്മുടെ റിമൈൻഡർ ഉണ്ടായിരുന്നു അല്ലെ. 2+3 5. 5ഉം പിന്നെ നമ്മളിവിടെ റിമൈൻഡർ മാറ്റി വെച്ചിട്ടായില്ലേ, ആ 1 റിമൈൻഡറും കൂടി ആകുമ്പോൾ 6. അത് നമ്മളിവിടെ എഴുതി. ഇനി റിമൈൻഡർ ഉണ്ടോ? ഇല്ല. ദെൻ നെക്സ്റ്റ് ഡിജിറ്റ് എത്രയാ? 4. 4ന് മുകളിലെ നമ്പർ ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് 0 ആണ് അല്ലേ. അപ്പൊ 4+0 4. അപ്പൊ എത്ര ആൻസർ വന്നേ? 4608. നമ്മളെവിടെയാ കോമിഡാ? 3 ഡിജിറ്റ് കഴിഞ്ഞ് 3ാമത്തെയും 4ാമത്തെയും ഡിജിറ്റിന്റെ നടുക്കായിട്ടാണ് നമ്മൾ കോമിട്ട് തിരിക്കുക. നിങ്ങളിത് ഇപ്പോഴേ ഇട്ട് ശീലിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ ഒരുപാട് ഗുണം ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 48 × 96 സാധാരണ മെത്തേഡിൽ കൂടെ നമ്മൾ പറഞ്ഞു. ഇനി പെട്ടെന്ന് ആൻസറിലേക്ക് എത്തണത് എങ്ങനെയാണ്? ഈ മെത്തേഡും കൂടി ഒന്ന് നോക്കാം അല്ലെ. രണ്ട് ക്വസ്റ്റ്യൻ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലെ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഈ രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ 1ന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ സം എടുത്ത് എഴുതുക. ഓക്കെ, തേർഡ് സ്റ്റെപ്പിലോ 10ന്റെ പ്ലേസിലെ നമ്പേഴ്സ്. അപ്പൊ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1ന്റെ പ്ലേസ് 1ന്റെ പ്ലേസിലെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി തേർഡ് സ്റ്റെപ്പില് എന്താണ്? 10ന്റെ പ്ലേസിലെ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 3 സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ പറഞ്ഞ എന്താണ്? 1ന്റെ പ്ലേസിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. എത്രയാണ്? 6 × 8 48. 48ല് 8 എഴുതി. അതായത് 48. ഇവിടെ ഈ 1ന്റെ പ്ലേസിലെ നമ്പർ നമ്മൾ എവിടേക്ക് പോവും? ഇവിടെ എഴുതും. 4 എന്നുള്ളത് നമ്മൾ റിമൈൻഡർ ആയിട്ട് പിടിക്കും. ഓക്കെ, 4 എന്നുള്ളത് റിമൈൻഡർ ആയിട്ട് പിടിക്കും. അത് ഏത് കേസിലും 1ന്റെ പ്ലേസിലുള്ള നമ്പർ ആൻസറിലേക്ക് പോകും. 10ന്റെ പ്ലേസ് എവിടേക്ക് പോകും? റിമൈൻഡർ ആയിട്ട് പോകും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് തമ്മിൽ ആഡ് ചെയ്യുക അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? 9 × 8 എത്രയാണ്? 72. 72ഉം അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 72ഉം അത് നമ്മൾ മനസ്സിൽ ചെയ്യേണ്ടതാണ്. 72ഉം ഇനി 4 × 6 എത്രയാണ്? 4 × 6 24. അപ്പൊ 72ഉം
24. ഇതൊന്നും ഇങ്ങനെ എഴുതി കൂട്ടാൻ നിൽക്കരുത് കേട്ടാ. എന്ത് ചെയ്യണം? മനസ്സിൽ വിചാരിക്കുക 72, 24. അപ്പൊ എങ്ങനെ കൂട്ടാ? 70ഉം 20ഉം 90 അല്ലെ. ഇനി 72 ഉണ്ടായിരുന്നു, 24 ഉണ്ടായിരുന്നു. അപ്പൊ 2ഉം 4ഉം 6. അപ്പൊ 90ഉം 6ഉം 96. 96ഉം 4 റിമൈൻഡർ ഉണ്ടായിരുന്നില്ലേ? എത്ര വന്നു? 96ഉം 4ഉം 100. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? 100ല് 0 ഇവിടെ എഴുതുക. ബാക്കി 10 ഉണ്ട് അല്ലെ. 10 എന്ത് ചെയ്യണം? റിമൈൻഡർ ആയിട്ട് പോണം. കിട്ടിയോ? അപ്പൊ ഇവിടെ നോക്കി എങ്ങനെയാണ് ഇത് പെട്ടെന്ന് കൂട്ടിയത്. ഞാൻ മനസ്സിൽ കൂട്ടിയ സംഭവം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. എന്തോന്നേ? 70ഉം 20ഉം അല്ലെ. 72 എന്ന് പറയുമ്പോ 70 + 2 എന്ന് പറഞ്ഞൂടെ? 24 എന്ന് പറയുമ്പോഴോ 20 + 4 എന്ന് പറഞ്ഞൂടെ? അപ്പൊ എത്ര വന്നു? 70ഉം 20ഉം. കാണിക്കണോ? 72നെ 70 + 2 എന്ന് എഴുതി, പ്ലസ് 24നെ 20 + 4 എന്ന് എഴുതി. ഓക്കെ. 70ഉം 20ഉം എത്രയാണ്? 90. ഇനി ഇവിടെ 1, 2ഉം 4ഉം 2 + 4 6. അപ്പൊ 70, 20ഉം 90, 90ഉം 6ഉം 96. ഇവിടെ തന്നെ എത്ര വന്നു? 96. നമ്മുടെ കയ്യിൽ 4 എന്നുള്ളത് റിമൈൻഡർ ഉണ്ടായിരുന്നു. 96, 4ഉം 100. അപ്പൊ 100 എന്ന് എഴുതുമ്പോ ഈ 0 എന്നുള്ള നമ്പർ എവിടേക്ക് പോയി? ഇതാ ഈ പൊസിഷനിലേക്ക് വന്നു അല്ലെ. ആൻസറിലേക്ക് വന്നു. 10 എന്നുള്ള നമ്പർ മുഴുവനായിട്ടും ആരായിട്ട് മാറി? റിമൈൻഡർ ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ 2 സ്റ്റെപ്സ് കഴിഞ്ഞു. 3rd സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്? 10ന്റെ പ്ലേസിലുള്ള 2 നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടേ? അപ്പൊ എന്ത് വന്നു? 4 × 9. എത്രയാണ് ആൻസർ എന്ന് കിട്ടണം അല്ലെ. 4 × 9 എത്രയാണ്? 36. 36ഉം നമ്മളിവിടെ 10 ഉണ്ടായിരുന്നില്ലേ റിമൈൻഡർ? 36ഉം 10ഉം 46. 46 എന്നുള്ള ആൻസർ ഇവിടെ എഴുതി. ഓക്കെ. അപ്പൊ എത്ര വന്നു? 4608. നോക്കുക, 4608. ഏത് രീതിയിൽ എഴുതുമ്പോഴാണ് എളുപ്പം? ഈ രീതിയിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാല് ഈ മെത്തേഡ് ഒരുപാട് സമയം നമുക്ക് ലാഭിച്ചു തരും. ഓക്കെ. അപ്പൊ ഈ മെത്തേഡ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ചെയ്ത് തന്നെ പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ എഴുതിയിരിക്കുന്നത് 800 × 50 ആണ് അല്ലെ. നമ്മളിത് 800 × 50 എഴുതിയൊന്നും ഗുണിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഞാനിവിടെ ആൻസർ എഴുതാൻ പോവാണ്. ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പോവാ. എത്രയാണെന്ന് പറയട്ടെ? ഇതെങ്ങനെ അത്ഭുതം? അല്ലെങ്കിൽ ഇതിൽ എന്താ ഞാൻ ചെയ്തത്? വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ചെയ്ത ടിപ്പ് എന്ന് പറയുന്നത് പൂജ്യങ്ങളെ ഒഴിവാക്കി. പിന്നെ നമ്പേഴ്സ് വരുന്നത് എത്രയാ? 8ഉം 5ഉം അല്ലെ. അത് തമ്മിൽ ഗുണിച്ചു. അത് ഗുണിക്കാനായിട്ട് എഴുതി ഗുണിക്കണ്ടല്ലോ. 8 × 5 എത്രയാണ്? 40. ആ 40 ഇവിടെ എഴുതി. നമ്മൾ എത്ര 0 മാറ്റി നിർത്തിയിരുന്നു? ഇവിടെ 2ഉം ഇവിടെ 1ഉം മാറ്റി നിർത്തിയിരുന്നു അല്ലെ. ആ 3 0 ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പൊ 40 എന്നുള്ള ആൻസറിനോടൊപ്പം 3 0 ആൻസറിൽ ചേർത്ത് കൊടുത്തു. നമുക്കറിയാം കോമ ഇടുന്നത് 3, 4 ആ 2 ഡിജിറ്റ്സിന്റെ ഇടയിലാണ് ഫസ്റ്റ് കോമ വരിക. അപ്പൊ എന്ത് തോന്നുന്നു? 40,000 ആയിട്ട് ആൻസർ മാറി. മനസ്സിലായില്ലേ? അപ്പൊ ഇനി സീറോകൾ കണ്ടാല് ഒരു കാരണവശാലും ഗുണിക്കാനായിട്ട് നിൽക്കരുത്. സീറോകളെ മാറ്റി നിർത്തിയിട്ട് ബാക്കി നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 0 ആൻസറിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. മറക്കോ? ഇല്ലല്ലോ. ഓക്കെ. അത് നിങ്ങൾ ചെയ്ത് ചെയ്ത് ശീലിക്കുമ്പോൾ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ആൻസറിൽ വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3180 × 42. വലിയ നമ്പറുകളാണല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു ടിപ്പ് നമുക്ക് എന്താണ്? 0 എന്നുള്ള ഒരു നമ്പർ ഉണ്ടായിരുന്നു. 0നെ മൾട്ടിപ്ലിക്കേഷനിൽ ലാസ്റ്റ് വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ്സ് ആയിട്ട് 0 വരുമ്പോഴാണ് നമുക്ക് ആ സീറോസിനെ മാറ്റി നിർത്താൻ പറ്റുക. ആ 0 ഞാൻ ഒരെണ്ണത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ, ഒരെണ്ണുള്ളൂ. അത് ഞാൻ മാറ്റി നിർത്തി. ഇനി എത്ര ഇപ്പൊ ഇവിടെ വരിക? 318 ഇൻറ്റു എത്രയാണ്? 42. അപ്പൊ ഇവിടെ 3 ഡിജിറ്റ് വരുന്നുണ്ട്. 0 മാറ്റി നിർത്തിയാല് ഇവിടെ 2 ഡിജിറ്റ് ആണ്. അപ്പൊ ഇത് എവിടെ എഴുതുക? നമ്മൾ എപ്പോഴും എഴുതുമ്പോ 1ന്റെ പ്ലേസിൽ വരുന്ന നമ്പർ എഴുതണം. 10ന്റെ പ്ലേസിൽ
10ന്റെ പ്ലേസിൽ എഴുതണം, നമ്പർ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഡിജിറ്റേ ഉള്ളൂ, 3ന്റെ അടിയിൽ നമ്പർ വരുന്നില്ല. കിട്ടിയില്ലേ? ഇതാണ് നമ്മൾ എഴുതേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇവിടെ 1ന്റെ പ്ലേസിൽ വരുന്ന 2 എന്നുള്ള നമ്പറിനെ ഓരോ ഡിജിറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതണം അല്ലെ. 2 × 8 എത്രയാണ്? 16. 6 എഴുതി. 16ല് 16 എന്നുള്ള നമ്പറിൽ 6 ആൻസറിലേക്ക് പോവും, 1 റിമൈൻഡർ ആയിട്ട് പോവും. പറഞ്ഞല്ലേ? ഇനി 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എത്രയാണ്? 2 × 1 2. 1 റിമൈൻഡർ ഉണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 3 എന്നായിട്ട് മാറി. കിട്ടിയോ? ഇനി 2 × 3 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പിൽ എന്ത് വന്നു? 2 × നമുക്ക് റിമൈൻഡർ ഇല്ല. 2 × 3 എത്രയാണ്? 6. ആ 6 എവിടെ എഴുതുക? 3യുടെ തൊട്ടുപുറത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ 1ന്റെ പ്ലേസിലുള്ള 2 കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എത്രയാണ് കിടക്കുന്ന നമ്പർ? 4 ആണ് അല്ലെ. 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഡിജിറ്റിനെ 4 കൊണ്ട് ആദ്യം ഇവിടുത്തെ 1ന്റെ പ്ലേസിന്റെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിയുമ്പോൾ 10ന്റെ പ്ലേസ്, അത് കഴിഞ്ഞാൽ 100ന്റെ പ്ലേസ്. അങ്ങനെ വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോവാനായിട്ട്. അപ്പൊ 4 × 8 എത്രയാ? 4 × 8 32. 32ല് നമ്മൾ എത്ര എഴുതി? 2 എന്ന് എഴുതി അല്ലെ. 32ല് 2 എവിടേക്ക് പോയി? ഇങ്ങേ സൈഡിലേക്ക് പോയി, ആൻസറിലേക്ക് പോയി. 3 എന്തായി? റിമൈൻഡർ ആയിട്ട് പോയി. നമ്മളത് കയ്യിൽ പിടിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 4 × 8 കഴിഞ്ഞു. 4 × 1 ചെയ്യണം. 4 × 1 4 ആണ്. 4 + 3 എത്രയാ? 7. അത് എവിടെ എഴുതുക? 2ന്റെ തൊട്ടിങ്ങ സൈഡില്, അതായത് 6ന്റെ താഴെ. ഓക്കെ, ഇപ്പൊ റിമൈൻഡർ ഇല്ല. ഇനി നെക്സ്റ്റ് എന്താണ്? 3 × 4 അല്ലെങ്കിൽ 4 × 3 12 ആണ് അല്ലെ. അത് നമുക്ക് എന്താണ്? 12 എന്നുള്ള നമ്പർ വന്നു. ഇനി ഇവിടെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമ്മളിവിടെ ഈ ആൻസറിനെ റിമൈൻഡർ ഒന്നും ആയിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ആ 12 മുഴുവനായിട്ടും എവിടെ എഴുതുക? ഈ ആൻസറിൽ കൂട്ടത്തിൽ എഴുതാം. കിട്ടിയോ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യണം. 6ന്റെ താഴെ നമ്പർ ഇല്ല, ദാറ്റ് മീൻസ് 0 ആണ്. അപ്പൊ എന്താണ്? 6 + 0 6. 3 + 2 5. 6 + 7 എത്രയാണ് വരിക? 6 + 6 എത്രയാ? 12 ആണ് അല്ലെ. ഇവിടെ 1 കൂടി ആഡ് ചെയ്താൽ പോരെ? 12 + 1 13. 13ല് അപ്പൊ ഇവിടെ 13 എന്ന് വന്നു. വീണ്ടും 3 എന്നുള്ളത് ആൻസറിലേക്ക് പോയി, 1 എവിടേക്ക് പോയി? റിമൈൻഡർ ആയിട്ട് പോയി. അപ്പൊ ഇവിടെ എത്ര എഴുതാ? 13ല് 3 എഴുതാ, 1 റിമൈൻഡർ പിടിക്കുക. 2. ഇവിടെ മുകളിൽ നമ്പർ ഉണ്ടോ? ദാറ്റ് മീൻസ് ഇവിടെ 2 സ്ഥലത്തും നമ്പർ ഇല്ലാത്തതുകൊണ്ട് 0 വെച്ചാണ് അല്ലെ. അപ്പൊ എന്താ? 2 + 0 2 ആണ്. റിമൈൻഡർ ഉണ്ടായിരുന്നു 1. അപ്പൊ 2 + 1 എത്രയാ? 3. ഇനി 1 + 0 1. റിമൈൻഡർ ഉണ്ടോ? ഇല്ല. അപ്പോ ആ 1 ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. എന്ത് കിട്ടി? 13,356 എന്ന് വന്നു. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3180 × 42 ആയിരുന്നു അല്ലെ. നമ്മൾ ആ 0നെ മൾട്ടിപ്ലൈ ചെയ്യാതെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോ ആൻസർ എന്തായിട്ട് മാറി? 356. ഇത് ഇത്രയും എഴുതി കഴിയുമ്പോ എന്ത് ചെയ്യണം? ഈ 0 എന്നുള്ള നമ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോ 13,356 എന്നുള്ള ആൻസർ എന്തായിട്ട് മാറും? 3 പൊസിഷൻ കഴിയുമ്പോൾ ഒരു കോമ വന്നു. ദെൻ നെക്സ്റ്റ് 2 പൊസിഷൻ കഴിയുമ്പോൾ ഒരു കോമ ഇടും. ഓക്കെ, അപ്പൊ എത്ര ആൻസർ വന്നേ? 1,33,560. ഓക്കെ, 1,33,560. 1,33,560. കിട്ടിയോ ആൻസർ? ആൻസർ കിട്ടി, മെത്തേഡ് കിട്ടി. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയേ. നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ? എന്താ കിടക്കുന്നത്? 730 × 120 2 0 ഉണ്ട്. ഈ 2 പൂജ്യങ്ങളെ മാറ്റി നിർത്തുക. 73 × 12 ഗുണിക്കുക. 2 മെത്തേഡ് അനുസരിച്ചും ചെയ്തു നോക്കിക്കോളൂ കേട്ടോ. സാധാരണ രീതിക്കും അതുപോലെ ഞാൻ സെക്കൻഡ് മെത്തേഡ് പോലെ ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നില്ലേ, ആ രീതിക്ക് അനുസരിച്ചും ചെയ്തു നോക്കുക. ആൻസറിൽ 0s ആഡ് ചെയ്യാം. ദെൻ 410ഉം 92 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇവിടെയും ഒരു 0 വരുന്നുണ്ട്. 0യെ മാറ്റി നിർത്തുക. എന്നിട്ട് എത്ര തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക? 41ഉം 92ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനോടൊപ്പം എന്ത് ചെയ്യുക? ആ ആൻസറിൽ 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 2 രീതിക്ക് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്
2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമല്ലോ. ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ആൻസറുകൾ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭ്യമാകും. ഓക്കെ, നിങ്ങൾക്കറിയാം അല്ലേ. അതുപോലെ പ്രീവിയസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ തുടങ്ങുമ്പോൾ ഇതിനു മുൻപ് നമ്മൾ എന്തിട്ടിട്ടുണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോന് തൊട്ട് താഴെ, അതായത് ഇവിടെ സൈഡിൽ കാണുന്ന AP എന്നുള്ള റൗണ്ട് അല്ലാതെ ഇതിന് താഴെയായിട്ട് അവിടെ താഴെയായിട്ട് ഒരു AP എന്നുള്ള റൗണ്ട് കണ്ടോ, ആ റൗണ്ടിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് പോകും. അവിടെ മുകളിൽ നിന്നും പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ ക്ലാസ്സുകളും ക്ലാസ് വൈസ് തിരിച്ച് ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ തിരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ട് ക്ലാസ് മുഴുവനായിട്ട് കാണാം, കണ്ടിന്യൂസ് ആയിട്ട് കാണാം, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കാം. ദെൻ ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.